ശവകുടീരുണ്ട് ഇവിടെ. ഇതാണ് വാട്ടർ സൈക്കിൾ ഡയറി. ഇപ്പോൾ അലഹബാദിലാണ്, ഒരു പാഴ്സി ശ്മശാനത്തിന് മുന്നിൽ. നമ്മുടെ രാജ്യം നമ്മളെല്ലാം മറന്നുപോയ അതല്ലെങ്കിൽ ഓർക്കാത്ത ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ശവകുടീരം ഇവിടെയുണ്ട്. ഫിറോസ് ജഹാംഗീർ ഗാന്ധി. ഇവിടെ ഈ ശ്മശാനത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പാഴ്സി കുടുംബമാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. ബ്രിജ് ലാൽ അദ്ദേഹമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. കൈസ ചൽ രഹേ നീ പോലെ. അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഗേറ്റിനകത്തേക്ക് പാഴ്സി സമൂഹത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ കടത്തി വിടൂ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുജനത്തിന് വന്ന് കണ്ടുപോകാനുള്ള അവസരമൊന്നും ഇവിടെ ഇല്ല. ആ വീട്ടിലാണ് നടത്തിപ്പുകാർ താമസിക്കുന്നത്. തൊട്ടുപുറത്തൊരു പാഴ്സി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം പക്ഷേ അടഞ്ഞു കിടക്കുകയാണ്. കുറച്ച് ചുവന്ന റോസാപ്പൂക്കൾ വാടിത്തളർന്ന് ഇവിടെ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഒരു സ്മാരകമോ അതല്ലെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള മറ്റെന്തെങ്കിലുമോ ഈ സ്ഥലത്ത്, ഈ പാർസി ശ്മശാനത്തിൽ ഫിറോസ് ഗാന്ധിക്കായി പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കമലാ നെഹ്റുവുമായിട്ടുണ്ടായിരുന്ന ഒരു അടുത്ത ബന്ധം, അതാണ് ഇന്ദിരാഗാന്ധിയുമായി പിന്നീട് ഒരു സ്നേഹബന്ധമായി വളരുകയും ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും വിവാഹിതരാകുകയും ചെയ്യുന്ന തലത്തിലേക്കൊക്കെ മാറിയത്. അതിനുശേഷവും മുൻപും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായ പങ്ക് വഹിച്ച നേതാവാണ് ഫിറോസ് ഗാന്ധി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ ആ സർക്കാരിലെ പാർലമെൻറ്റ് അംഗമായിരുന്ന ഫിറോസ് ഗാന്ധി സർക്കാരിനോട് തനിക്കുള്ള വിയോജിപ്പ് അതിശക്തമായി പാർലമെൻറ്റിനകത്ത് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഫിറോസ് ഗാന്ധി എന്ന് പല പുസ്തകങ്ങളും, ചരിത്ര പുസ്തകങ്ങളും പിന്നീട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസ് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഇപ്പോൾ ഫിറോസ് ഗാന്ധിയെ ഓർക്കുന്നില്ല. വോട്ടർ സൈക്കിൾ ഡയറി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഫിറോസ് ഗാന്ധിയെ കൂടി ഓർക്കുന്നു. ഇവിടെ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നു. വൈശാഖ് ജയപാലൻ കൂടെയുണ്ട്. പാർസി ശ്മശാനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്.